പുരാതനമായ ചോര പുരണ്ട മണ്ണുള്ള പടക്കളങ്ങൾ മുതൽ ആധുനിക മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ തീവ്ര വെളിച്ചം വരെ നീണ്ടു നിൽക്കുന്ന ബോക്സിങ്ങിൻ്റെ ചരിത്രം മനുഷ്യ പരമ്പരയോളം പ്രധാനപ്പെട്ട ഒന്നാണ്. ബോക്സിംഗ് എന്ന ആയോധന കലയും കായിക ഇനവും കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഊതി വീർപ്പിച്ച ബലൂൺ പോലെയുള്ള കയ്യുറകളും ഉരുക്കു ശരീരവും അടങ്ങുന്ന ഒരു ബോക്സറിൻ്റെ രൂപം മനസ്സിലേക്ക് വരാത്ത ആൾക്കാരും ഉണ്ടാകില്ല. സാധാരണയായി ബോക്സിംഗ് എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് വെസ്റ്റേൺ ബോക്സിംഗ് ആണെങ്കിലും ബോക്സിംഗ് എന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ ആവിർഭവിച്ചതാണ്. വെസ്റ്റേൺ ബോക്സിംഗിൽ കൈകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3 കയറുകളാൽ ബന്ധിച്ച ചുറ്റുമതിലിൻ്റെ ഇടയ്ക്കുണ്ടാക്കിയ ഉയർന്ന ബോക്സിംഗ് റിങ്ങിൽ 2 എതിരാളികൾ പരസ്പരം കൈകൾ മാത്രം ഉപയോഗിച്ച് മല്ലിടുന്നതാണ് ഇന്നത്തെ ബോക്സിംഗ്. ശരീരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ തൻ്റെ ദേഷ്യം തീർക്കാനായി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന ശീലം മനുഷ്യചരിത്രത്തോളം പഴക്കമുള്ള ഒന്നാണ്. പക്ഷേ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യർ തല്ലുകൂടുന്നതിനെക്കുറിച്ചുള്ള പുരാതന തെളിവുകൾ കുറവാണ്. പക്ഷേ ലഭിച്ച തെളിവുകൾ വെച്ച് അത്തരത്തിൽ നിയമങ്ങൾക്ക് ബാധകമായി മനുഷ്യർ പോരടിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ നിയമങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിച്ചിട്ടില്ല. മഹാഭാരത യുദ്ധത്തിലടക്കം ധാരാളം നിയമങ്ങൾക്ക് വിധേയമായി തന്നെയാണ് യുദ്ധങ്ങൾ പോലും നടന്നു പോകുന്നത്. ചരിത്രകാരന്മാരുടെ നിഗമനപ്രകാരം ബോക്സിങ്ങിൻ്റെ ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത് എത്യോപ്യയിൽ നിന്നുമാണ്. 6000 BC-യിലാണ് ഈ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തർക്കങ്ങൾ നടക്കുന്നുമുണ്ട്. ഈജിപ്ത് നുബിയ ആക്രമിച്ചപ്പോൾ ഈജിപ്തുകാർ അവിടുത്തെ ജനങ്ങളിൽ നിന്നും ഈ വിദ്യ പഠിച്ചെടുത്തു. ഈജിപ്തിൽ ബോക്സിങ്ങിന് വലിയ പ്രചാരം ലഭിച്ചു. അവിടെ നിന്നും ഗ്രീസിലേക്കും മെസപ്പൊട്ടോമിയയിലേക്കും അവിടെ നിന്ന് റോമിലേക്കും ബോക്സിംഗ് പ്രചരിച്ചു. ബോക്സിങ്ങിൻ്റെ ആദ്യത്തെ ചിത്രീകരണം ലഭിച്ചത് ഈജിപ്തിൽ നിന്നുമാണ്. അത് 3000 BC-യിലായിരുന്നു. ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ളത്. ഇതിൽ വെറും കൈകളോ അല്ലെങ്കിൽ തുണി ചുറ്റിയ കൈകളോടെയുള്ള ഫൈറ്റേഴ്സും കാണികളെയും ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. പുരാതന ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള ബോക്സിംഗ് മത്സരങ്ങൾ നിലവിലുണ്ടായിരുന്നു. വേദങ്ങളിൽ സൂചിപ്പിക്കുന്ന മുഷ്ടിയുദ്ധം ബോക്സിങ്ങിൻ്റെ ഇന്ത്യൻ പതിപ്പാണ്. രാമായണത്തിലും മഹാഭാരതത്തിലും മുഷ്ടിയുദ്ധത്തെക്കുറിച്ചും മറ്റു തരത്തിലുള്ള ദ്വന്ദ്വയുദ്ധങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. വിരാട എന്ന രാജാവിൻ്റെ സമയത്ത് ദ്വന്ദ്വയുദ്ധത്തിൻ്റെ വിവിധ തരത്തിലുള്ള വകഭേദങ്ങൾ പുഷ്ടിപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. രുദ്രമാൻ എന്ന ഇന്ത്യൻ രാജാവിനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പ്രഗത്ഭനായ ഒരു ബോക്സർ ആയിരുന്നു എന്നാണ്. 18-ാം നൂറ്റാണ്ടിലെ സിഖ് ഗ്രന്ഥങ്ങളിൽ മുഷ്ടിയുദ്ധത്തിൻ്റെ വിപുലമായ വിവരണവും തന്ത്രങ്ങളും വിവരിക്കുന്നു. ഇന്ത്യയിൽ അയൽ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന, അതായത് തായ്ലൻഡിലെ മൊയഥായ്, ലാവോസിലെ മുയങ് ലാവോ, കംബോഡിയയിലെ പ്രധാൽസ്വരെ, മ്യാൻമറിലെ ലെത്തുവെ ഒക്കെയും ഇന്ത്യയിൽ നിന്നും പ്രചരിച്ചതാണെന്ന് കരുതപ്പെടുന്നു. പുരാതന ഗ്രീക്കിൽ വളരെ വിപുലമായി വികസിച്ചു വന്ന ബോക്സിംഗ് രൂപമാണ് പിഗ്മാഷ്യ. ആധുനിക ബോക്സിങ്ങുമായി വളരെ സാമ്യമുള്ള ഒന്നായിരുന്നു ഇത്. 688 BC-യിൽ നടന്ന ഒളിമ്പിക്സിൽ പിഗ്മാഷ്യ ഒരു ഇനമായിരുന്നു. 23ാമത് ഒളിമ്പിക്സ് ആയിരുന്നു അത്. ഇതിൽ മൃഗങ്ങളുടെ തോൽ കൊണ്ട് നിർമ്മിച്ച കയ്യുറകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൽ റൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്താൽ എതിരാളി തോൽവി സമ്മതിക്കുന്നതുവരെ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കും. ആധുനിക ബോക്സിങ്ങിൽ കാണുന്നത് പോലെ ലെഫ്റ്റ് ലെഗ് സ്റ്റാൻസ് ആയിരുന്നു ഗ്രീസിലും ഉപയോഗിച്ചത്. ഇടത് കൈ ഗ്വാഡായും വലത് കൈ സ്ട്രൈക്കിനു വേണ്ടി ഒരുക്കി വെച്ചതുമായ ഈ സ്റ്റാൻസ് ഇന്നും ബോക്സിങ്ങിൽ ഉപയോഗിക്കുന്നു. ഇതിൽ കിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഈ ബോക്സിംഗ് അപ്രത്യക്ഷമായി. ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ രീതിക്ക് പ്രാധാന്യം കൂടി വരികയും ചെയ്തു. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കയ്യിൽ വാളും മറ്റായുധങ്ങളും കൊണ്ടു നടക്കുന്ന ശീലം കുറഞ്ഞു. ഈ സമയത്താണ് ബോക്സിങ്ങിൻ്റെ പ്രാധാന്യം പിന്നെയും കൂടി വന്നത്. ഇതേ സമയം ഇംഗ്ലണ്ടിൽ ബോർ നക്കിൾ ഫൈറ്റ് അഥവാ നഗ്നമായ മുഷ്ടി കൊണ്ട് ഗ്ലൗസ് ഇല്ലാതെ ചെയ്യുന്ന ബോക്സിംഗ് രീതി ഉടലെടുത്തു. പ്രൈസ് ഫൈറ്റിംഗ് എന്നായിരുന്നു ഇതറിയപ്പെട്ടത്. ഇതിൽ കാര്യമായ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്ലോവ്സ് ഉപയോഗിക്കാത്തതിനാൽ ഇത് മാരകവുമായിരുന്നു. മരണം പോലും റിങ്ങുകളിൽ സംഭവിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് നിയമങ്ങൾക്ക് വഴങ്ങി തുടങ്ങി. ഫൈറ്റേഴ്സിൻ്റെ ഒരു കാൽമുട്ട് നിലത്ത് തൊട്ടാൽ ഫൈറ്റ് അവസാനിച്ചു എന്നുപോലുള്ള നിയമങ്ങൾ ആരോഗ്യകരമായ ഒരു കായിക ഇനമായി മാറാൻ ബോക്സിങ്ങിനെ സഹായിച്ചു.
ഈ സമയത്ത് പ്രശ്നങ്ങൾ തീർക്കാൻ ബോക്സിംഗ് ഫൈറ്റുകൾ നടക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. സ്ത്രീകൾ തമ്മിൽ പോലും ബോക്സിംഗ് മത്സരങ്ങൾ ഈ വിധേന നടന്നതിൻ്റെ തെളിവുകൾ ഇംഗ്ലണ്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ഫൈറ്റിംഗ് എന്ന രീതി ആധുനിക ബോക്സിംഗിലേക്കുള്ള ഏറ്റവും അടുത്ത ചുവടുവയ്പായിരുന്നു. ഇത്രയുമാണ് ആധുനിക ബോക്സിംഗിൻ്റെ ഒന്നാം ഭാഗം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രണ്ടാം ഭാഗത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്